ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നിത്യ. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്നെ സാക്ഷിയാക്കിയതിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഫസ്റ്റ് കൃപാസനത്തിൽ വരുന്നത് കഴിഞ്ഞ വർഷം ജൂൺ 20-നാണ്. ജൂൺ 20, 2025-ലാണ്. ഞാൻ ഇതിനു മുമ്പ് കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് വരുമ്പം എനിക്ക് 2 ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ ജർമ്മൻ എക്സാം ഫസ്റ്റ് ടൈം എഴുതി എനിക്ക് എൻ്റെ സ്വന്തം കഴിവിൽ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഫസ്റ്റ് എഴുതി, എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. ആ വിശ്വാസത്തിൽ ഞാൻ എക്സാം എഴുതി. എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ 4 മൊഡ്യൂൾസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ കഴിവിലല്ല, ഇനി പരിശുദ്ധ അമ്മയ്ക്ക് എന്തെങ്കിലും എൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഇതിൽ ഞാൻ പിന്നെ ഉടമ്പടി എടുത്തിട്ട് എക്സാമിന് ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 20-ന് ഫസ്റ്റ് കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റണോ എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണണോ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് എക്സാം ഡേറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് ചെന്നൈയിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ വന്ന് അച്ഛനെ കാണാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു, പെട്ടെന്ന് സമയമായതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഉടമ്പടി എടുത്തു. ഞാൻ സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ എനിക്കിങ്ങനെ 2 ദിവസം കഴിഞ്ഞ് എക്സാം ആണ്, എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റണം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് എനിക്ക് കാശുരൂപം തന്ന് എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഞാനും എൻ്റെ പപ്പയും കൂടെ വന്നത്. ഞങ്ങൾ അവിടെ ഇരുന്നപ്പം എനിക്ക് നല്ല കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്തായിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ പപ്പയുടെ അടുത്ത് ചോദിച്ചു, പപ്പയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്. പപ്പ പറഞ്ഞു ഇല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ ഉടമ്പടിയുടെ ഇവിടെ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലായിരിക്കുമെന്നാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്തുള്ള ആർക്കും ആ സ്മെല്ല് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 2 മൊഡ്യൂൾ ആദ്യമേ എനിക്ക് 4 മൊഡ്യൂൾ എഴുതിയതിൽ 1 മൊഡ്യൂളേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 3 മൊഡ്യൂൾ എനിക്ക് പെൻഡിങ് ആയിരുന്നു. അങ്ങനെ എനിക്ക് പിന്നെ രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എക്സാം എഴുതിയത് 2 മൊഡ്യൂളായിരുന്നു. ആ 2 മൊഡ്യൂളും എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് ആ 2 മൊഡ്യൂളും കിട്ടി. പിന്നെ എനിക്ക് പെൻഡിങ് ഉള്ളത് 1 മൊഡ്യൂൾ മാത്രമാണ്. പിന്നെ ഞാൻ അതിനും എക്സാം ഡേറ്റ് എടുത്ത് ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് വിശുദ്ധ തൈലം ഞാൻ എൻ്റെ നെറ്റിയിലും പൂശിയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലും പൂശിയിരുന്നു. പിന്നെ ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് അവർ ഫുൾ ബോഡി ചെക്ക് ചെയ്യുന്നത് കൊണ്ട് കാശുരൂപം ഒന്നും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കാശുരൂപം എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലകത്ത് പിൻ ചെയ്തായിരുന്നു ഞാൻ വെച്ചിരുന്നത്. എക്സാമിന് മുമ്പ് ഞാൻ ആ കാശുരൂപത്തെ ഇങ്ങനെ തൊട്ട് വിശ്വാസനാമം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഉപ്പ് ഞാൻ എൻ്റെ കയ്യിലെടുത്തിരുന്നു. ആ ഉപ്പ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും എൻ്റെ ആൻസർ ഷീറ്റിലും എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഉപ്പ് വെതറി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് 4 മൊഡ്യൂളും എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് കുറച്ച് ഉഴപ്പുണ്ടായി. ഞാൻ അങ്ങനെ കുറച്ച് ഉടമ്പടിയിൽ കുറച്ച് ഉഴപ്പ് കാണിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ വിസ പ്രോസസ്സിങ് കുറച്ച് ലേറ്റായ സമയത്ത് എനിക്ക് മെയിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എനിക്ക് 4 മെയിൽ വന്നു. ഇങ്ങനെ BFF എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിസയ്ക്ക് ഇനിയും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്, ഇനി അതിൻ്റെ ആവശ്യങ്ങൾ വരുമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ 4 പ്രാവശ്യം ഞാൻ അവർക്ക് മെയിലിന് റിപ്ലൈ കുറച്ച് ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റത്തെ മെയിലായപ്പോൾ അവർ പറഞ്ഞു ഇനിയും ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വിസ റിജക്റ്റായി പോകുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഈ ഒരു മാസത്തിന്, അതായത് ഓഗസ്റ്റിന് മുമ്പ് എനിക്ക് എൻ്റെ വിസ വരണം, എനിക്ക് അതിന് മുമ്പ് എനിക്ക് പോകാൻ പറ്റണം അമ്മേ. അങ്ങനെ പറ്റുവാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 8 ആണ്. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും സെപ്റ്റംബർ 8 ആകുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് അമ്മ എന്തെങ്കിലും എനിക്ക് തരും. അപ്പോൾ ഈ വട്ടം സെപ്റ്റംബർ 8-ന് മുമ്പായിട്ട് എനിക്ക് തന്നത് എൻ്റെ ജർമ്മൻ വിസയാണ്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച 27th തേഴ്സ്ഡേ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അമ്മയുടെ അനുഗ്രഹത്തിന് 1000 നന്ദി.
രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് എനിക്ക് എൻ്റെ കസിൻ ചേച്ചീൻ്റെ കാര്യമാണ്. ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി ജർമ്മനിയിലാണ്. ചേച്ചിക്ക് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പേടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് എനിക്ക് മുമ്പേ എക്സാം അറ്റൻഡ് ചെയ്ത ആളുകളും എനിക്ക് ശേഷമുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞു RT ഓഫീസർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് അവരുടെ അത്രയും പോലും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അറിയത്തില്ല, എനിക്ക് പിന്നെ സമയവും ഇല്ല, എൻ്റെ വിസ വന്നു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല, എനിക്ക് ഒന്നും കൂടി ഡേറ്റ് എടുത്ത് പോകാൻ വേണ്ടി. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കറിയത്തില്ല, അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഉപ്പ് എൻ്റെ ഞാൻ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി ഞാൻ എൻ്റെ കാറിനകത്ത് ഞാൻ ആ ഉപ്പ് ഞാൻ വിതറി പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രണാമം ചൊല്ലിയാണ് ഞാൻ എക്സാം ഫുൾ അറ്റൻഡ് ചെയ്തത്. അന്ന് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ ആൾക്കാർ പോലും ഫെയിലായി, ഞാൻ മാത്രമാണെന്ന് പാസ്സായത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ നഴ്സിംഗ് എക്സാമിന് ഞാൻ 2023 ലാസ്റ്റാണ് എൻ്റെ നഴ്സിംഗ് എക്സാം അറ്റൻഡ് ചെയ്തത്. എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാമിന് പോയത്. പക്ഷേ പണ്ട് മുതലേ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം എനിക്ക് എക്സാം ഷീറ്റിലോട്ട് എഴുതാൻ എനിക്ക് പറ്റത്തില്ല. അതെൻ്റെ ടെൻഷൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ ടെൻഷൻ ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല, ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. ആ സമയത്ത് എനിക്കിങ്ങനെ എക്സാം ടൈം ആയപ്പോൾ എനിക്ക് മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ കണ്ണ് ഫുള്ള് ഇരുട്ടായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ടെൻഷൻ കൂടിയിട്ട് എനിക്ക് OBG എക്സാം ആയിരുന്നു. OBG എക്സാമിൻ്റെ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിന് അറിയാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് എനിക്കൊന്നും എഴുതാൻ പറ്റില്ല. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ എനിക്കൊന്നും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞു, ഞാൻ ഒന്നും എഴുതിയില്ല. പക്ഷേ റിസൾട്ട് വന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മേ ഇത് എനിക്ക് എക്സാമിന് അമ്മ നല്ല മാർക്ക് തരുവാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ സാക്ഷ്യം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് 5 മാർക്ക് തന്നു. ഞാൻ എന്താ പേപ്പറിൽ എഴുതിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു, അമ്മ മാത്രമായിട്ടാണ് എനിക്കത് പാസ്സാക്കി തന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇവിടെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ അമ്മയ്ക്ക് 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുമായിരുന്നു. പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചിലരൊക്കെ നമ്മൾ കൊടുക്കുമ്പം പറയും വേണ്ട, ഈ കൊച്ചിന് എന്താ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിക്കാതെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അനുഗ്രഹം കിട്ടുമെന്ന്. അപ്പം ഞാൻ അവർക്ക് കൊടുക്കുമ്പോൾ അവരങ്ങനെ പറയുമ്പോൾ എനിക്കൊരു നല്ല കാര്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫുഡൊക്കെ കഴിക്കാൻ കഴിയാത്ത ആൾക്കാർ, ഫുഡ് കഴിക്കാതെ റോഡരികിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ പൈസയായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടും ആൾക്കാർക്ക് വഴിയരികിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ പ്രോസസ്സിങ് ടൈമിൽ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് സാലറി കിട്ടിയിട്ടുള്ള ഫസ്റ്റ് സാലറി എനിക്ക് ഇവിടെ കഴിഞ്ഞ വർഷം ജപമാല റാലിക്കായിട്ട് ഞാൻ ആ ഫസ്റ്റ് സാലറി ഫുള്ള് ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ഞാനത് ട്രാൻസ്ഫർ ചെയ്തത്. എനിക്ക് അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. നിത്യ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്നും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മകൾ വലിയ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് എൽത്താരയിൽ കയറിയെന്ന് ഈശോയോട് പറഞ്ഞ ആ പ്രോമിസ് ഏറ്റെടുത്തുകൊണ്ടാണ്, ഇന്ന് പ്രോമിസ് ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പ്രാർത്ഥിക്കാനായി, ഉടൻ പരിഹാരം ലഭിക്കാനായി നമ്മോട് പറയുന്നത് ഒരൊറ്റ വരി പ്രാർത്ഥന ചൊല്ലാനാണ്.
എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള ഒറ്റവരി പ്രാർത്ഥന വളരെ വിശ്വസ്തയോടുകൂടി നാം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഉടൻ പരിഹാരം ഈശോയ്ക്ക് തരാൻ സാധിക്കും എന്നാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നത്. ഈ മകളുടെ ഓവർ കോൺഫിഡൻസ്, ഞാൻ ഒരുവിധം നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കുമെന്ന ആ കോൺഫിഡൻസിൽ നിന്ന് ഈ മകൾക്ക് വളരെ പെട്ടെന്നാണ് ഇതെൻ്റെ കഴിവിൽ ഒന്നും നടക്കുകയില്ല, എനിക്ക് ദൈവത്തിൻ്റെ കൃപ വളരെ ആവശ്യമാണെന്നുള്ള അവബോധത്തിലേക്ക് നിത്യ എത്തിച്ചേരുന്നത്. നമുക്കങ്ങനൊരു കൃപയുടെ വാതിൽ തുറക്കുമ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുവാനും പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ഈശോ എത്ര വലിയവനാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ നാഥനാണെന്ന് ഏറ്റുപറയാനുള്ള വലിയ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് നിത്യയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ സൗഭാഗ്യം അത് തന്നെയാണ്. തൻ്റെ കോൺഫിഡൻസിൽ ആശ്രയിക്കാതെ ദൈവം നൽകുന്ന കൃപകൾ ഒരു അനന്ത മഹിമയ്ക്ക് സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു സാക്ഷിയായി ജീവിക്കാനുള്ള അനുഗ്രഹമാണെന്ന് ഈ മകൾക്ക് ഈ ഉടമ്പടിയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ തന്നെ ഈ മകൾക്ക് ജന്മമെടുക്കുവാനും ആ ഒരു ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വർഷവും സ്വീകരിക്കുവാനുള്ള കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരു നിത്യ എന്ന് പേരുള്ളതുപോലെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള കാൽച്ചുവട് വളരെ ചെറുപ്പത്തിൽ തന്നെ എടുത്തുകൊണ്ട് ഞാൻ എപ്പോഴൊക്കെ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആരെങ്കിലും അത് റിജക്റ്റ് ചെയ്താൽ അതൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ഒരു നിത്യതയെക്കുറിച്ചുള്ള വലിയ ആഴമായ വിജ്ഞാനം ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു ജർമ്മൻ ട്യൂട്ടറാവാനുള്ള അനുഗ്രഹം കൂടി ഈ മകൾക്ക് ഈ ഉടമ്പടി കാലത്തുണ്ടായി. ഈ മകൾ വളരെ വേഗത്തിൽ തന്നെ ജർമ്മനിയിലേക്ക് പോകാനുള്ള വലിയ അനുഗ്രഹത്തോടു കൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ സമാനമായ മക്കൾ ഒരുപാട് പേരാണ് ജർമ്മനിയിലേക്ക് പോകാനും മറ്റ് വിദേശ പ്രോസസ്സ് വളരെ ലാഗ് ചെയ്ത് നൽകുന്ന മക്കൾക്കെല്ലാം വേണ്ടി നാം മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി നന്ദിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.